നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ലോകത്തെ ഏറ്റവും മനോഹരവും ബുദ്ധിശാലികളുമായ ജീവികളിൽ ഒന്നാണ് ആനകൾ. ഇന്ന് 2025 ഓഗസ്റ്റ് 12 നാം വേൾഡ് എലിഫന്റ് ഡേ ആയി ആചരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സുവോളജി വിഭാഗത്തിലെ S1 വിദ്യാർത്ഥികളായ ഞങ്ങൾ ഈ ബോധവൽക്കരണ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ മേഘ പി മധു. ഇന്നത്തെ ആഘോഷ പ്രമേയം എന്റെ ആന എന്റെ പൈതൃകം, മൈ എലിഫന്റ് മൈ ഹെറിറ്റേജ്. ഇത് വെറും ആഘോഷ ദിനമല്ല, പ്രതിജ്ഞ ചെയ്യാനുള്ള ദിനം കൂടിയാണ്. നമ്മുടെ വന്യജീവികളെ, പ്രത്യേകിച്ച് ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഓർക്കേണ്ട ദിനം. ആനകൾ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്, ചരിത്രത്തിന്റെ സാക്ഷികളാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആന സംരക്ഷണത്തിന്റെ പ്രാധാന്യം. ആനകൾ നമ്മുടെ പ്രകൃതിയുടെ അഭിമാനവും ജൈവ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. വനപരിസ്ഥിതിയിലെ സമതുലിത അവസ്ഥ നിലനിർത്തുന്നതിൽ അവയ്ക്ക് നിർണായക പങ്കുണ്ട്. 1. പരിസ്ഥിതി സംരക്ഷണം. ആനകൾ വിത്തുകൾ വ്യാപിക്കുകയും കാടുകളുടെ പുനരുദ്ധാരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. 2. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം. ആനകൾ ജലാശയങ്ങൾ കണ്ടെത്തുകയും അവ തുറക്കുകയും ചെയ്യുന്നതിനാൽ മറ്റു വന്യജീവികൾക്കും ജലലഭ്യത ഉറപ്പാക്കുന്നു. 3. സാംസ്കാരിക പ്രാധാന്യം. കേരളത്തിലെ കല, സംസ്കാരം, മതാചാരങ്ങൾ എന്നിവയിൽ ആനയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. 4. സഞ്ചാര സാമ്പത്തിക വളർച്ച. ആനകളെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്നു. 5. ജൈവ വൈവിധ്യ സംരക്ഷണം. ആനകളുടെ വാസസ്ഥലം സംരക്ഷിക്കുന്നത് അനേകം മറ്റു ജീവജാലങ്ങളെയും പരോക്ഷമായി സംരക്ഷിക്കുന്നു. ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വാസസ്ഥല സംരക്ഷണം, വേട്ടയാടലിനെതിരെ കർശന നിയമങ്ങൾ, മനുഷ്യ ആന സംഘർഷം കുറയ്ക്കുന്ന നടപടികൾ എന്നിവ നിർബന്ധമാണ്. നമ്മുടെ ഭാവി തലമുറകൾക്കും ഈ മഹത്തായ ജീവികളെ കാണാനും പഠിക്കാനുമാകാൻ ഇന്ന് തന്നെ ആന സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാക്കണം. ആന സംരക്ഷണത്തിനായി ഒരു പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും ഏറ്റുപറയുക. പ്രതിജ്ഞ. ലോക ആന ദിനമായ ഇന്ന് ആനകളെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇടനാഴികളിൽ വസിക്കുന്ന ആനകളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഞാൻ പദ്ധതികളെ പിന്തുണയ്ക്കും. ഞാൻ ആനകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ആ അറിവ് എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരുമായി പങ്കിടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ആന സംരക്ഷണത്തിൽ പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി ഞാൻ പങ്കാളിയാകും. ഓരോ ഓഗസ്റ്റ് 12-നും ഞാൻ ലോക ആന ദിനം ആഘോഷിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി ഞാൻ സ്വീകരിക്കും. ഞാൻ എൻ്റെ അമ്മയുടെ പേരിൽ ഒരു ചെടിയെങ്കിലും നട്ട് എൻ്റെ മാതൃഭൂമിയെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ആന എൻ്റെ പൈതൃകം. നന്ദി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളോടും ഒരു അപേക്ഷ. ആനയെ കാണുമ്പോൾ പ്രകൃതിയുടെ ഒരു അത്ഭുതം കാണുന്നുവെന്നോർക്കുക. അവയെ സംരക്ഷിക്കുക. ഇന്ന് ലോക ആന ദിനത്തിൽ നമുക്ക് പുതിയ പ്രതിജ്ഞയുമായി മുന്നോട്ട് പോവാം. പ്രകൃതിയുടെ സംരക്ഷകരാകാം. Let's become the guardians of the wild. Happy World Elephant Day 2025. നന്ദി.